നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആധാരം അനുസരിച്ചു പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. യഹൂദ്യയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഇതാണ് നമ്മൾ വായിച്ച കുറിവാക്യം. ഈ വാക്യഭാഗം നാം ചിന്തയ്ക്കായി എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പരിച്ഛേദനക്കാരായ ആളുകൾ വിജാതീയരിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നവരായ സഹോദരന്മാരുടെ ഇടയിൽ ചെന്നിട്ട് മോശെ കൽപ്പിച്ചതായ ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കണം എന്ന ഉപദേശം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ഈ വിജാതീയരിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നവർക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നൊരു ഉപദേശം അവരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചതിനെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ ഈ ഉപദേശം ഇവർ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസിനും ബർണബാസിനും ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടായി. അവർ അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതിനായി അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് പോകുവാനുള്ള തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത്. നമ്മൾ പല വിധത്തിലുള്ളതായ ഉപദേശങ്ങളെ കേൾക്കുന്നവരാണ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു പുതിയ ഉപദേശമല്ല. പരിച്ഛേദന അബ്രഹാമിലൂടെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ആചാരമാണ്. പുരുഷപ്രജയ്ക്ക് മാത്രം ബാധകമായിരിക്കുന്ന ഒരു അടയാളമായി ശരീരത്തിൽ ഏൽക്കേണ്ടതായ പ്രമാണമാണ് അബ്രഹാമിലൂടെ യഹോവയായ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലെ ആചാരങ്ങളിൽ പെടുന്ന കാര്യമാണിത്. കാരണം എന്താണ്? ജഡപ്രകാരമുള്ള ഇസ്രായേൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയായതുകൊണ്ട് അവർക്ക് ഈ പ്രമാണം ബാധകമായിരുന്നു. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് പരിച്ഛേദന, ശരീരത്തിലേൽക്കേണ്ട അടയാളമായി ഉടമ്പടിയായി ദൈവം വെച്ച പ്രമാണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിൽ ഒരിടത്തും ഇങ്ങനെയൊരു ആചാരം അനുഷ്ഠിക്കുവാൻ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു അങ്ങനെ ഒരു ഉപദേശം പഠിപ്പിച്ചിട്ടേയില്ല. നിത്യജീവനെ സംബന്ധിച്ചും രക്ഷയെക്കുറിച്ചുമൊക്കെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ധാരാളമായി നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുമ്പോൾ അവിടെ ഒരിടത്ത് പോലും ഈ ഒരു ആചാരത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിനൊരു അധ്യാപനമില്ല. കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ എടുത്തു പറയുന്നത്, നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ
29 മുതൽ താഴോട്ടുള്ള വാക്യഭാഗങ്ങളിൽ കാണുന്നുണ്ട്. മുഖ്യ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയുമായി യേശുക്രിസ്തു വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ എങ്ങും ഒരിടത്ത് പോലും പരിച്ഛേദനയെ കുറിച്ച് ഒരു കൽപ്പന യേശുക്രിസ്തു വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ആചാരത്തെ കുറിച്ച് ഇവരാരും പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, യഹൂദിയയിൽ നിന്ന് വന്നവരായ ആളുകൾ പരിച്ഛേദനക്കാരാണ്. അവർ വിജാതിയരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിക്കാതിരുന്നാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നൊരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ അത് ചിന്തനീയമായ കാര്യമാണ്. അവിടെയാണ് പൗലോസിനും ബർന്നബാസിനും ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടാകുകയും അവർ ഇക്കാര്യത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് മുമ്പേ അപ്പോസ്തലന്മാരായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന ശിഷ്യന്മാരായ മൂപ്പന്മാരുടെ അടുത്തേക്ക് ഈ വിഷയത്തിന് തീരുമാനമായി പോകേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ആ കാര്യത്തിൽ അവർ കൊടുത്തതായ മറുപടി നമുക്ക് തിരുവെഴുത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം വിജാതിയരിൽ നിന്നുള്ള ക്രൈസ്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നാണ് അപ്പോസ്തലന്മാർ, യാക്കോബ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ഒക്കെ എടുത്ത തീരുമാനം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു ഭാഗം വിടുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഉപദേശങ്ങളുമായി പലരും വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സാധുതകളെ കുറിച്ച് പരിശോധിക്കുക. പലവിധമായ ഉപദേശങ്ങൾ പലരും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ വ്യാപകമായി കേൾക്കുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ അവന് രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളെ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ രക്ഷയുണ്ടാവത്തില്ലെന്ന്. ബൈബിളിൽ ഏത് വാക്യത്തിലാണ് യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കുന്നത്? ബൈബിളിൽ ഏതെങ്കിലും ഒരു വാക്യത്തിൽ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എവിടെങ്കിലും യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിലോ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അധ്യാപനത്തിലോ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നൊരു വചനമുണ്ടോ? ഒരു വാക്യം പോലും വിത്തിനെടുക്കാനില്ല. വിത്തിന് പോലും ഒരു വാക്യം കാണിക്കാനില്ല. അപ്പോൾ ഇവിടെ ഇവരെവിടുന്നാണ് പിന്നെ ഇത് പഠിപ്പിക്കുന്നത്? ചില ആളുകൾ പറയും യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ലെന്ന്. ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനിയെന്ന്? ബൈബിളിൽ ഒരു വാക്യത്തിൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സ്വന്തമായി മനുഷ്യനുണ്ടാക്കുന്നതായ കാര്യങ്ങളാണ്. നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു വാക്യം വായിക്കാം. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാത്തവരായ ആളുകളാണ് സ്വന്തമായി ഉണ്ടാക്കിയ ചില വാക്യങ്ങൾ. ഏതാണ് അത്? അവരുടെ സ്വന്തം പുസ്തകത്തിലുള്ള വാക്യമാണ്, ബൈബിളിലുള്ള വാക്യമല്ല. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കണമെന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലും പറഞ്ഞിട്ടില്ല. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവന് രക്ഷയില്ല എന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലും പറഞ്ഞിട്ടില്ല. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല എന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈബിൾ പറയാത്തത് സ്വന്തമായി ഉപദേശിക്കുന്നവനെ കുറിച്ച് പൗലോസ് കൊടുക്കുന്ന വിശേഷണം എന്താണെന്നറിയാമോ? അന്യത ഉപദേശിക്കുന്നവൻ, ഒന്നും തിരിച്ചറിയാത്ത
തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നവനാണെന്ന്. മനസ്സിലായോ? അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും തിരിച്ചറിഞ്ഞിട്ടില്ല. അവൻ അത് അറിയത്തില്ല, അവൻ അത് അനുസരിക്കുന്നില്ല. ഇവനെല്ലാം സ്വന്തമായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അവർ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും തിരിച്ചറിയാത്തവരാണ്. അവർ അതിനെ അനുസരിക്കാത്തവരാണ് എന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു. അവരെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് അവർ അന്യത ഉപദേശിക്കുന്നവരാണെന്ന്. മനസ്സിലായോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ പത്യവചനം പ്രകാരം രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്? യേശുക്രിസ്തു പഠിപ്പിച്ചതായ വചനങ്ങളെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ വചനം കൈക്കൊള്ളുകയും യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചതായ യേശുക്രിസ്തുവിന്റെ പത്യവചന പ്രകാരം ഓൺലി ട്രൂ ഗോഡ്, ഒരേയൊരു സത്യദൈവം എന്ന വിശേഷണം വളരെ കൃത്യമായി എടുത്തു പറയുന്നത് യോഹന്നാൻ 17:3 നമുക്ക് കാണാം. ഓൺലി ട്രൂ ഗോഡ്, ഒരേയൊരു സത്യദൈവം. അതാരാണെന്നാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചന പ്രകാരം ഒരേ ഒരു സത്യദൈവം യേശുക്രിസ്തുവിനെ അയച്ചവനാണ്, പിതാവാണ് എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഒരേയൊരു സത്യദൈവമെന്ന് തിരിച്ചറിയുകയും ആ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നവന് നിത്യജീവൻ. അതാണ് നിത്യജീവൻ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും പഠിപ്പിക്കുമ്പോൾ അത് കൈക്കൊള്ളാതെ അതിന് വിപരീതമായി അന്യത ഉപദേശിക്കുന്ന ചിലർ വന്നിട്ട് ഇവരെ പോലെ മോശയുടെ ആചാരപ്രകാരം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കയില്ല എന്ന് യഹൂദിയയിൽ നിന്ന് വന്ന പരിച്ഛേദനക്കാരായ ആളുകൾ പഠിപ്പിക്കുന്നത് പോലെ അന്യത ഉപദേശിക്കുന്നവരായ ചിലർ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം കൈക്കൊള്ളുന്നില്ല, ഭക്തിക്കൊത്ത ഉപദേശത്തെ കൈക്കൊള്ളുന്നില്ല. അവർ സ്വന്തമായ ഉപദേശങ്ങൾ ഉണ്ടാക്കുന്നു. അവരാണ് പഠിപ്പിക്കുന്നത് യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവന് രക്ഷയില്ലെന്നും യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ലെന്നും പഠിപ്പിക്കുന്നത്. ഇനി അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചത് എന്താണ്? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 10-ാം വാക്യം, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കും. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ആരാണ് ദൈവമെന്നാണ് പൗലോസ് പറയുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനാണ് ദൈവം. അപ്പൊ യേശു ആരാണ്? യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നു, യജമാനൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയണം. അഡോൺ എന്ന എബ്രായ പദം, അതാണ് എബ്രായ ഭാഷയിലുള്ള പുതിയ നിയമം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. യേശു മാസ്റ്ററാണ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കാണാം. അഡോൺ, യജമാനൻ. യേശു നമ്മുടെ യജമാനനാണെന്നും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനാണ് ദൈവമെന്നും വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് പൗലോസ്ലീഹ പോലും പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിനെ ദൈവമെന്ന് വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ സ്വന്തം നിർമ്മിതിയല്ലേ? ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ലാത്തത് സ്വന്തമായി പഠിപ്പിക്കുന്നവൻ അന്യത ഉപദേശിക്കുന്നവനാണ്.
അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും കൈക്കൊള്ളാത്തവനാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ യേശുവിനെ ആരായി സ്വീകരിക്കണമെന്ന് ബൈബിൾ വളരെ കൃത്യമായി, വിശുദ്ധ തിരുവെഴുത്തുകൾ വളരെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖ സ്ഥാനം വരുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കാം. ആ കൂട്ടത്തിൽ അതെടുക്കുമ്പോഴത്തേക്കിന് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർക്ക് യേശുവിന്റെ ദൈവമായ പിതാവ് അഥവാ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് ശിമോൻ പത്രോസ് പ്രസ്താവിച്ച് യേശുക്രിസ്തു സർട്ടിഫൈ ചെയ്ത സ്വർഗീയ വെളിപ്പാട് വളരെ കൃത്യമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു എന്ന യേശുവിന്റെ ചോദ്യത്തിന് ശിമോൻ പത്രോസ് കൊടുത്ത മറുപടിയോട് യേശുവിന്റെ റെസ്പോൺസ്, യേശുവിന്റെ പ്രതികരണം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് സ്വർഗീയമായ വെളിപ്പാടാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് സ്വർഗീയമായ വെളിപ്പാട് ലഭിച്ച അപ്പോസ്തലന്റെ പ്രസ്താവനയും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യപ്പെടുത്തലിനും ഉപരിയായി മനുഷ്യനിർമ്മിതമായ ഉപദേശവുമായി നിങ്ങളെ സമീപിക്കുന്ന സകലവിധമായ അന്യത ഉപദേശിക്കുന്നവരെയും നിങ്ങൾ കുറിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. അവരെ ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവർ സ്വന്തമായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. എന്നാൽ യേശു ദൈവത്തിനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. യേശു ആരെന്ന് വിശ്വസിക്കണമെന്നാ യോഹന്നാൻ സുവിശേഷം എഴുതി തീർക്കുന്നത്? യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും യോഹന്നാൻ എഴുതി. അപ്പൊ സുവിശേഷം എഴുതിയ യോഹന്നാന് വളരെ കൃത്യതയുണ്ട്. താൻ എന്തിനു വേണ്ടിയാണ് യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നവർ അത് വായിച്ചിട്ട് എന്ത് വിശ്വസിക്കണമെന്നും അവർക്ക് എന്താണ് അതിലൂടെ ലഭ്യമാകുന്നതെന്നും വളരെ കൃത്യമായ ബോധ്യമുള്ള യോഹന്നാൻ അവിടെ പറഞ്ഞവസാനിപ്പിക്കുമ്പോഴാണ് പല ചേട്ടന്മാരും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നത്. അവിടെങ്ങും പറഞ്ഞിട്ടില്ല കേട്ടോ. യേശുക്രിസ്തു ദൈവമാണെന്ന് അവിടെങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എഴുതിയ യോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഞാനിത് എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജീവൻ ഉണ്ടാകേണ്ടതിന് അഥവാ രക്ഷ പ്രാപിക്കേണ്ടതിന്, നിത്യജീവൻ ലഭ്യമാകേണ്ടതിന് നമ്മൾ യേശുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് അവൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നും നമ്മുടെ യജമാനനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെന്നും നമ്മുടെ കർത്താവാണെന്നും നമ്മൾ വിശ്വസിക്കണമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നതെന്നിരിക്കെ അന്യത ഉപദേശിക്കുന്നവർ ഇതുപോലെ മോശയുടെ ആചാരപ്രകാരം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് യഹൂദിയിൽ നിന്ന് വന്നവർ അന്യത ഉപദേശങ്ങൾ, സ്വന്തമായ നിർമ്മിതിയായ വചനങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇന്ന് പലരും നിങ്ങളോട് യേശു ദൈവമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്ന അന്യതായ ഉപദേശം, തിരുവെഴുത്തുകളോട് യോജിക്കാത്തതായ ഉപദേശം, യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല എന്ന് അന്യത ഉപദേശിക്കുന്ന ഉപദേശകന്മാർ, ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങളെ കുറിക്കൊള്ളണം. അവരെ ഒഴിഞ്ഞിരിക്കണം. ഏതൊരു കാര്യത്തിലും കൃത്യമായി കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതായ കാര്യങ്ങളെ സൂക്ഷ്മതയോടെ പരിശോധിച്ച് അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഓർപ്പിക്കട്ടെ. നാം തിരുവെഴുത്തുകളെ പരിശോധിച്ച് അതിൽ നിലനിൽക്കുന്നവരാകണം. മനുഷ്യനിർമ്മിതമായ ഒരു ഉപദേശത്തെയും നമ്മൾ കൈക്കൊള്ളണം. നമുക്കറിയാം, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വലിയ പ്രസംഗകന്മാര് പുൾപിറ്റിൽ കയറി നിന്നുകൊണ്ട് യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്ന, പിതാവിനെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവിനെ നിഷേധിക്കുന്ന അന്യത ഉപദേശകന്മാർ അടക്കി വാണുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് ലോകം നമ്മുടെ മുമ്പിലുണ്ട്. ഇവർ പഠിപ്പിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ
പദ്യവചനത്തിനും ഭക്തിക്കൊത്ത ഉപദേശത്തിനും വിപരീതമായ ഉപദേശമാണ്. ഇവർ പഠിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പദ്യവചനത്തിനും ഭക്തിക്കൊത്ത ഉപദേശത്തിനും വിപരീതമായ അന്യതാ ഉപദേശമാണ്. നാം തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കണം, അതിൽ നിലനിൽക്കുന്നവരാകണം. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യജീവന്റെ പ്രത്യാശയിലേക്കാണ്. എന്റെ പ്രിയരെ, ഈ ലോകത്തിലെ വലിയ സംഘടനകളെ കണ്ടിട്ട് നിങ്ങളാരും ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നമ്മുടെ ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണ്. നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുകയാൽ നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനത്തിനൊത്തവണ്ണം, ഭക്തിക്കൊത്ത ഉപദേശത്തിനൊത്തവണ്ണം, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവരായി, ദൈവമുള്ളവരായി നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വളരെ ആവശ്യമാണ്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ യേശുവിന് നൽകിയിരിക്കുന്ന പരമോന്നത പദവി എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവനാണ് ദൈവമെന്നുമാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഏകനല്ലോ, ദൈവം ഒരുവൻ എന്നിങ്ങനെ വളരെ കൃത്യമായി കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പൗലോസ്ലീഹയും ഒക്കെ പഠിപ്പിച്ചിരിക്കുമ്പോൾ നാം തിരുവെഴുത്തുകളോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷ പ്രാപിപ്പാൻ യേശുവിനെ ദൈവപുത്രൻ എന്ന് കൈക്കൊള്ളുകയും യേശുവിനെ കർത്താവെന്ന് കൈക്കൊള്ളുകയും നമുക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിതനായ കർത്താവാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന കൃത്യമായ ബോധ്യത്തിൽ മുന്നേറുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരേവരും രക്ഷിക്കപ്പെടുമെന്നൊരു വാക്യമുണ്ട്. ഇതൊരു കൊട്ടേഷനാണ്, പഴയ നിയമത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ്. അവിടെ കർത്താവ് എന്ന മലയാളം ബൈബിളിൽ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നെങ്കിലും നിങ്ങൾ എബ്രായ ഭാഷയിലുള്ള ഒരു ബൈബിൾ എടുത്തൊന്ന് പരിശോധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അഡോൺ എന്നാണോ അതോ യാഹുവ എന്നാണോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ആ കാര്യം ബോധ്യമാണ്. മനസ്സിലായോ? യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് ആ ഭാഗം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവിടെ അഡോൺ എന്നുള്ള എബ്രായ പദമല്ല, അവിടെ യാഹുവ എന്ന യോദ് ഹേഹ് വാവ് ഹേഹ് എന്ന 4 അക്ഷരം കൊണ്ട് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 12-ാം അധ്യായത്തില് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അതുപോലെ കോപ്പി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇസ്മാ ഇസ്രയേൽ യാഹുവേ ലോഹിനു യാഹുവേ എക്കാദ് എന്ന എബ്രായർ 6:4 എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എബ്രായ ഭാഷയിലുള്ളതായ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. അത് നമുക്ക് ക്രോസ് എക്സാമിനേഷൻ ചെയ്ത് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. പുതിയ നിയമത്തിൽ എല്ലായിടത്തും കർത്താവ് കർത്താവ് എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാം കർത്താവ് എന്ന് അല്ല. അത് ആക്ച്വലി എബ്രായ ഭാഷയിലുള്ള ബൈബിൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യഹോവയായ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ അവിടെ യോദ് ഹേഹ് വാവ് ഹേഹ് എന്ന 4 അക്ഷരം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്റെ പ്രിയരെ, നമ്മളാരും വഞ്ചിക്കപ്പെടരുത്. ആരേതെല്ലാം ഉപദേശങ്ങളുമായി നമ്മെ സമീപിച്ചാലും പറയുന്നത് അതുപോലെ തിരുവെഴുത്തിലുണ്ടത് കാണിക്കാനുണ്ടോ എന്ന് ആ ഉപദേശിയോട് ചോദിച്ച് അവരെ കൊണ്ടത് കാണിപ്പിക്കണം. അതല്ലാതെ കൈക്കൊള്ളരുത്. അന്യത ഉപദേശിക്കുന്ന ഒരുത്തന്റെ ഉപദേശത്തിൽ വീണുപോകാതെ നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭക്തിക്കൊത്ത ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പദ്യവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ചുവടുകളെ ദൃഢതയോടെ വയ്ക്കാം. സർവ്വശക്തനായ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ പ്രിയ തോമസ് കുട്ടിച്ചായൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.